പാലക്കാട്ട് തോൽവിയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കുകയാണ്. രാജിയില്ല എന്ന് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചെങ്കിലും കൂടുതൽ നേതാക്കൾ എതിരായി വന്നാൽ നിലപാട് മാറ്റേണ്ടി വരും. പാലക്കാട് നഗരസഭയിലെ തിരിച്ചടി പ്രത്യേകമായി പാർട്ടി പരിശോധിക്കാനുള്ള സാധ്യതയുമുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ശില്പശാല. പക്ഷേ പാലക്കാടിന്റെ പേരിലുള്ള തമ്മിലടിയാണ് ബി.ജെ.പിയിലെ ഇപ്പോഴത്തെ പ്രശ്നം. ഒടുവിൽ വി മുരളീധരൻ കൂടി പരസ്യമായി കൈവിട്ട കെ സുരേന്ദ്രൻ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പാലക്കാട്ടെ ദയനീയ തോൽവി സുരേന്ദ്രൻ വിരുദ്ധരുടെ ശക്തി കൂട്ടുകയും ചെയ്തു. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് കേന്ദ്ര നേതൃത്വമാണെന്ന് പറഞ്ഞ് ഒഴിയാനാവില്ല. പ്രാദേശികമായ എതിർപ്പ് വകവയ്ക്കാതെ സി കൃഷ്ണകുമാറിന് പിന്നിൽ ഉറച്ചു നിന്നത് സുരേന്ദ്രനാണ്. പാലക്കാട് മികച്ച മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിട്ടും ഗ്രൂപ്പ് താൽപര്യം മാത്രം നോക്കി തിരിച്ചടി വാങ്ങിയെന്ന വിമർശനമാണ് കെ സുരേന്ദ്രൻ നേരിടുന്നത്. തോൽവി പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ തിരിച്ചടിച്ചതോടെ നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായി. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കെ സുരേന്ദ്രന് ഉടൻ ഒഴിയേണ്ടി വരും. പകരം പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിക്കുന്ന നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകാതെ സൂക്ഷ്മതയിലാണ്. വലിയ നേതാക്കളൊന്നും ഇല്ലാതിരുന്നിട്ടും പാലക്കാട് നിന്ന് അധികം ദൂരെയല്ലാത്ത ചേലക്കരയിൽ ബി.ജെ.പിക്ക് 9,000-ലധികം വോട്ട് കൂട്ടാനായി. ഇത് പാലക്കാട്ടേത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയാണെന്ന് വാദിക്കുന്നവർക്ക് കരുത്തു നൽകുന്ന കണക്കാണ്. ഗ്രൂപ്പിനുള്ളിൽ ഗ്രൂപ്പുമായി നിൽക്കുന്ന സംസ്ഥാന ബി.ജെ.പിക്കുള്ളിൽ സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയിരിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ ആലോചിക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് ശില്പശാല. സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളെ ഒഴിവാക്കാനാകും നേതൃത്വം ശ്രമിക്കുക. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.